ക്വസ്റ്റ്യൻ ആയിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ ഇഷ്യൂസ് ഏതൊക്കെയാണ്, എവറിഡേ ലൈഫിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്. സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, എന്തെങ്കിലും പിന്നെ എക്സാമ്പിൾ ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാം. എക്സാമ്പിൾ സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളമില്ലാത്തത് അല്ലേ, നമുക്ക് കുടിക്കാൻ വേനൽ വരുമ്പോൾ വെള്ളമില്ലാത്തത് അതൊരു സോഷ്യൽ ഇഷ്യൂ ആണോ പേഴ്സണൽ ഇഷ്യൂ ആണോ നിങ്ങൾ പറ. അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് അല്ലേ. അവനവൻ്റെ കിണറിൽ വെള്ളമില്ലാത്തത് അവൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. പക്ഷെ അതെന്തും കൂടിയാണ്. അപ്പോൾ ആ പ്രദേശം മൊത്തത്തിൽ വേനലിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പം അത് സോഷ്യൽ ഇഷ്യൂ ആയിട്ട് തന്നെ കാണണം. അതൊരാൾ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പിന്നെ ജെ.എസ്. മില്ല് പറയുന്നത്. അപ്പോൾ സീറൈറ്റ്സ് മില്ല് കേട്ടോ, സീറൈറ്റ്സ് മില്ല് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ സോഷ്യോളജിയും സീറൈറ്റ്സ് മില്ലും ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി ഒക്കെ കുറേ നല്ല ബന്ധങ്ങളുണ്ട്. എവറിഡേ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ എക്സ്പീരിയൻസ് പേഴ്സണൽ എക്സ്പീരിയൻസും സോഷ്യോളജിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. എക്സ്ട്രാ നിങ്ങളുടെ അനുഭവങ്ങളായിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് പിന്നെ ആ ലെവലിലും നിങ്ങൾക്ക് എക്സാം എഴുതി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ് എന്ത് സോഷ്യോളജി എന്ന് പറഞ്ഞെങ്കിലും പിന്നെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം പിന്നെ മറ്റുള്ള വിഷയങ്ങളെക്കാളും നമ്മൾ പറയുന്ന സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടി നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് പിന്നെ ഇതിൽ ആരൊക്കെ ഉണ്ട്, പലതരം സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും ഈ സീറൈറ്റ്സ് മിൽസിൻ്റെ ഒപ്പീനിയനുമായി യോജിക്കുന്നതും യോജിക്കാത്തതല്ലാത്തതുമായ കുറേ വിമർശനങ്ങൾ എന്ത് പറഞ്ഞാലും ക്രിറ്റിസിസം ഉണ്ടാവും. ആ ക്രിറ്റിസിസം കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു ക്രിറ്റിസിസത്തിലാണ് കറക്റ്റായിട്ട് എന്ത് പറയുന്നത്, ഈ ഒരു പിന്നെ സോഷ്യോളജിയിലെ ഇൻട്രൊഡക്ഷനിൽ ഒരു കോമൺ സെൻസുമായിട്ട് സാമാന്യ ബോധത്തിൽ അധിഷ്ഠിതമായ ചില ചിന്തകൾ എങ്ങനെയാണ് സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ക്രിറ്റിസിസം ഈ ഒരു ഒരാൾ പറഞ്ഞതായി ക്രിട്ടിസൈസ് ചെയ്യുന്ന വേറൊരാളുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും ഉണ്ട്. അതേപോലെ നമ്മുടെ സോഷ്യോളജി എന്ന ഇതിലും കറക്റ്റായിട്ട് സീറൈറ്റ്സ് മില്ല് പറയുന്നത് ക്രിട്ടിസൈസ് ചെയ്ത് അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദ്യം ചോദിച്ചവരും. പക്ഷേ എല്ലാത്തിനും ഉപരി എന്താണ് ഈ ഒരു അദ്ദേഹത്തിന് സീറൈറ്റ് മിൽസിൻ്റെ ഈ ഒരു തിയറി സോഷ്യോളജിസ്റ്റിലെ ഈ ഒരു തിയറി തന്നെയാണ് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുക എന്താണ് ഈ ഒരു തിയറിയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ ഫസ്റ്റ് നമുക്ക് സീറൈറ്റ്സ് മില്ലിൻ്റെ ഈ ഒരു സോഷ്യോളജി തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇഷ്യൂവും പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം, സൊസൈറ്റിയിൽ വരുന്ന വ്യത്യാസം. പിന്നീട് ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് സിസ്റ്റമാറ്റിക് ഫ്ലോ ഓഫ് റീസെൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എ യങ് പേഴ്സൺ ഹു മൈറ്റ് ഹാവ് വാണ്ടഡ് ടു ഗ്രാജുവേറ്റ് ഇൻ സോഷ്യൽ സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് while your parent insisted you to taking a biology course so that you could appear for NEET examination. This decision pursued you to become a MBBS doctor was a direct by their limited ambition for the child. Rather the higher possibilities of doctor's in life. The individual choice cannot be understood without understanding society's employment structure. പിന്നെ കോമൺ സെൻസ് എന്ന് പറഞ്ഞല്ലോ, സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. എന്താ കോമൺ സെൻസിൻ്റെ ഇവിടെ പറയാൻ എന്താ, അപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയാൻ എന്താണ്, എ യങ് മാൻ യു മൈറ്റ് ഹാവ് ടു വാണ്ടഡ് ടു ഗ്രാജുവേറ്റ്. ഒരാൾ ഗ്രാജുവേഷൻ ചെയ്യാൻ ഇതിൽ സോഷ്യൽ സയൻസിൽ ഗ്രാജുവേഷൻ എടുക്കാനാണ് ഇഷ്ടം. പക്ഷേ അയാളുടെ റിലേറ്റീവ്സ് പറയുന്നു ഈ ബയോളജിയോ ഫിസിക്സ് കെമിസ്ട്രി സയൻസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഡോക്ടർ വിഭാഗത്തിലേക്ക് പഠിക്കണം, MBBSയിലേക്ക് നീറ്റ് എക്സാമൊക്കെ എഴുതിയിട്ട് എൻട്രൻസ് ചെയ്ത് ഈ MBBSയിലേക്ക് പോകണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു കാരണം MBBSയിലേക്ക് പോകുമ്പോൾ ആ ഒരു സാധാരണ വീട്ടുകാർക്ക് എന്താണ് ഭയങ്കര ചിലവായിരിക്കും ഡോക്ടർ വിഭാഗത്തിൽ പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ അതൊരു കോമൺ സെൻസ് വിഭാഗത്തിൽ അത് എന്താവുന്നില്ല, അതൊരു പിന്നെ ശരിയായ അതായി തോന്നുന്നില്ല. കാരണം എവിടെയെങ്കിലും വെച്ച് അല്ലെങ്കിൽ പിന്നെ അത്രയും സ്പോൺസർ ചെയ്യാൻ ആളുകൾ വേണം. അപ്പോൾ ഈ കുട്ടിയെ എൻട്രൻസും നീറ്റൊക്കെ എഴുതി ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഡോക്ടറാവാൻ അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലൊക്കെ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ മെറിറ്റിൽ തന്നെ കിട്ടിയാൽ നമുക്ക് പൈസന് അത്യാവശ്യം നല്ല ചിലവുണ്ട്. അപ്പോൾ ആ കുട്ടിയെ ഡോക്ടറാക്കാൻ ആ സാധാരണ കുടുംബത്തിന് കഴിയില്ല എന്നതൊരു കോമൺ സെൻസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് വിത്ത് സോഷ്യോളജി റൈറ്റ് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. കാരണം ആ കുടുംബത്തിന് ആ ഡോക്ടറാക്കാൻ ആ കുട്ടിയെ ഒരു സ്പോൺസർമാരും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരിക്കലും കഴിയില്ല എന്നതാണ് സത്യം. അതാണ് കോമൺ സെൻസ് ഉള്ളവരെന്ത് വിചാരിക്കും, ആ കുട്ടിയുടെ ഇഷ്ടം പോലെ
സോഷ്യൽ സയൻസിൽ ഒരു മാസ്റ്റർ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് സോഷ്യൽ സയൻസ് ടീച്ചറോ അല്ലെങ്കിൽ ഒരു നോർമലി നല്ലൊരു അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആ പ്രൊഫഷനാണ്, പക്ഷേ ഫാമിലി പറയണം ആ മതി നിർത്തിക്കോ, നീ PG സോഷ്യൽ സയൻസ് ഒന്നും എടുക്കണ്ട, നീ എന്ത് ചെയ്താൽ അത് നീറ്റൊക്കെ എഴുതിയിട്ട് എൻട്രൻസ് ചെയ്തിട്ട് വേഗം MBBSയിലേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ കോമൺ സെൻസ് ഇല്ല എന്നർത്ഥം. അപ്പോൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, പക്ഷേ ശരിക്കും സത്യം എന്താണ്, അവർക്ക് ക്യാഷ് ചിലവാക്കാനില്ല. ഒരു കുട്ടിയെ ഡോക്ടറാക്കാനും റെസ്പോൺസിബിലിറ്റീസും കുറേ കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ചെയ്യും, എന്താ പറയുക, ക്യാഷിന് ക്യാഷ് തന്നെ വേണം, പക്ഷെ അത് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അതൊരു കോമൺ സെൻസ് ആണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ കുട്ടിയെ വീട്ടുകാർ നിർബന്ധിക്കുന്നു നീ MBBS എടുക്കണം എന്ന് പറയാം, ആ രണ്ട് വിരോധാഭാസം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു കോമൺ സെൻസ് വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കോമൺ സെൻസും സൊസൈറ്റിയിലുള്ള ഒരാളാണല്ലോ അത്, സൊസൈറ്റിയിലുള്ള ആളുകളാണ് അഭിപ്രായപ്പെടുന്നത് ആ നീറ്റ് എഴുതിക്കോട്ടെ അങ്ങനെ. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഓരോ അഭിപ്രായങ്ങൾ വരികയാണ്, അത് കോമൺ സെൻസ് ഇല്ലാത്ത ചില എക്സ്പീരിയൻസ് ആയിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യോളജി റിലേറ്റഡ് കോമൺ സെൻസ് എന്നുള്ളൊരു സ്ട്രാറ്റജിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മിസ് ഇത് പരിചയപ്പെടുത്താണ്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ള ഭാഗത്തിലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും സോഷ്യോളജി ആൻഡ് കോമൺ സെൻസും ഉള്ള ബന്ധവും അതിൽ തന്നെ പറയുന്നത് സി റൈറ്റ് മിൽസിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സോഷ്യോളജി അല്ലേ, എന്ത് ഇഷ്യൂസാണ് സൊസൈറ്റിയിലെ ഇഷ്യൂസ്, എന്താണ് സൊസൈറ്റിയിലെ ട്രബിൾസും നമ്മൾ റിലേറ്റഡ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് കോമൺ സെൻസ് എന്നുള്ളൊരു ഭാഗം. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു കുറച്ച് ഭാഗമുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂഷൻ ഒന്നും ആവരുത്. പിന്നെ ടെക്സ്റ്റിൽ കൊടുത്തത് നമ്മൾ മിസ്സ് ചെറുതാക്കിയിട്ട് തന്നെ മിസ്സ് പറഞ്ഞത്, അത്രയും essay മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് എപ്പോഴെങ്കിലും മിസ്സ് അത് നേരിട്ട് തന്നെ നിങ്ങളോട് പറയും, ഡിസ്കസ് ചെയ്യും. അല്ലാതെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ഉണ്ട്, അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ബേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇതിൽ സി റൈറ്റ് മിൽസിൻ്റെ തിയറി എഴുതാൻ പറഞ്ഞാൽ അത് മാത്രം എഴുതുക. അദ്ദേഹം സൊസൈറ്റിയിൽ ഇഷ്യൂവും പേഴ്സണൽ ഇഷ്യൂവും നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് എഴുതുക. ആ ഒരു എക്സാമിന് അയാൾ പേഴ്സണലി തോൽക്കുന്നത്. പിന്നെ വേറെന്ത് എക്സാമ്പിൾ എഴുതുക, കോമൺ സെൻസ് വെച്ച് ചോദ്യം ചോദിച്ചാൽ ഏത് എക്സാമ്പിൾ എഴുതുക, സൊസൈറ്റിയിൽ ഒരാളെ MBBSയിൽ ചേർക്കുമ്പോൾ സൊസൈറ്റിയിൽ അത് ഏറ്റെടുക്കാൻ ആളില്ല, ക്യാഷ് കൊടുക്കാൻ ആരുമില്ല, അപ്പോൾ അത് കോമൺ സെൻസ് ഇല്ലാത്തൊരു ഘടകം അവിടെ വരുന്നുണ്ട്, അത് എക്സാമ്പിൾ എഴുതുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നും ചെയ്ത് നമുക്ക് എന്തെങ്കിലും മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.